കേൾക്കാമോ? കേൾക്കാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഇന്നുവരെയും കരുതി മുഖാന്തരങ്ങളെ ഓർക്കുന്നു. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെതായി തീരണമേ. ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ വന്ന് അവിടുത്തെ മുഖം കാണുവാനും നിന്നോട് ചേരുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഓരോ ദിവസവും ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുന്ന കൃപകളെ ഓർക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. വീഴ്ചയിലും താഴ്ചയിൽ നിന്ന് പിടിപ്പിക്കണമേ. ഈ ദിവസം ഞങ്ങളെ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. പരിശുദ്ധ നോമ്പിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ കഷ്ടാനുഭവത്തിൽ പങ്കുചേരുവാനും ഉയർപ്പിന്റെ സന്തോഷം അനുഭവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ അതിസന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദ്യശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകത്ത് ഉള്ള എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പറയുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ നോമ്പിന്റെ സമയത്ത്, ഉപവസിക്കുന്ന സമയത്ത് ദൈവം നമ്മോടുകൂടെ വസിക്കുകയും അതേപോലെ നാം പൂർണ്ണമായി ആത്മശരീര മനസ്സുകൾ ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. സൗഖ്യപ്പെടാനും സ്തുതിക്കുവാനും ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കാനും കൂടെ ആണല്ലോ നാം ഈ നോമ്പും ഉപവാസവും കൂടി എടുക്കുന്നത്. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട മേരി ഷാജി പാട്ടുപാടുന്നതായിരിക്കും. നിൻ തിരുവചനം നമ്മിൽ കൃപയേകിടും, തെന്നൽ പോൽ തഴുകി ഉള്ളിൽ കര കഴുകി രൂപാന്തരം നൽകും മനുജന പൊതുജനനം രക്ഷയേകും വചനം. പാദപ്രകാശമാക്കും വചനം പ്രത്യാശയാലുള്ള നിറച്ചിടും. പാദപ്രകാശമാക്കും വചനം പ്രത്യാശയാലുള്ള നിറച്ചിടും. ജീവൻ പകരും വചനം നിർമ്മലമാമീ വചനം അനുദിനം കുളിർ പെയ്തിടുന്ന സാന്ത്വന വചനം. നിൻ തിരുവചനം നമ്മിൽ കൃപയേകിടും, തെന്നൽ പോൽ തഴുകി ഉള്ളിൽ കര കഴുകി രൂപാന്തരം നൽകും മനുജന പൊതുജനനം രക്ഷയേകും വചനം. സ്വർഗീയ സാന്നിധ്യമാം വചനം ദേഹി ദേഹാദികൾ കൗഷധവും. സ്വർഗീയ സാന്നിധ്യമാം വചനം ദേഹി ദേഹാദികൾ കൗഷധവും. പാപം പോക്കും വചനം സൗഖ്യം നൽകും വചനം അനുദിന മനസ്സിൽ വളർന്ന് ഫലം തരും വചനം. നിൻ തിരുവചനം നമ്മിൽ കൃപയേകിടും, തെന്നൽ പോൽ തഴുകി ഉള്ളിൽ കര കഴുകി രൂപാന്തരം നൽകും മനുജന പൊതുജനനം രക്ഷയേകും വചനം. താങ്ക് യു. പ്രിയപ്പെട്ട മേരി ഷാജിയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വെസ്റ്റ് റീജിയന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന നടക്കുന്നത്. അവിടുത്തെ എല്ലാ ദൈവാലയങ്ങളും, അവിടുത്തെ ബഹുമാനപ്പെട്ട ആചാര്യന്മാര്, കൊച്ചമ്മമാര്, മർത്തമറിയം സമാജം ഭാരവാഹികള്, ഡീന മാത്യു, നേരത്തെ ഉണ്ടായിരുന്ന ചിത്ര മാത്യു, ഇന്ന് ബൈബിൾ വായിച്ച് ഏറ്റവും അനുഗ്രഹപ്രദമായി ബൈബിൾ വായിച്ച ആനിമോൾ ചിത്ര മാത്യു,
ഇന്ന് വചനം ഇന്ന് ധ്യാനപ്രസംഗം നടത്താനിരുന്ന പ്രിയപ്പെട്ട മോളു അൽസ ഈപ്പൻ കൊച്ചമ്മ 2009 മുതൽ ഈ മർത്തമറി സമാജത്തിൽ നടത്തുന്ന എല്ലാ ഭാരവാഹികളും തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും ഒന്നുകൂടി പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയം ആകുന്നു. എല്ലാവരും വേദപുസ്തകം തുറന്നു വയ്ക്കണമേ. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ട ഡോക്ടർ എലിസബത്ത് പോൾ ആണ് വായിക്കുന്നത്. പ്രിയപ്പെട്ട എലിസബത്ത് പോൾ അമ്മ വായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഗുഡ് മോർണിംഗ്. എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഇന്നത്തെ വിശുദ്ധ വേദപുസ്തക വായന വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബാറയ്ക്കുമോ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൾ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫായും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്നും സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. പ്രിയപ്പെട്ട ഡോക്ടർ എലിസബത്ത് പളമാമെ, കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വേദപുസ്തക വായനയും അനുഗ്രഹമാകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയുമാണല്ലോ ബഹുമാനപ്പെട്ട അച്ഛൻ. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവനും വരുവാനിരിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളുടെ ആരോട് കരുണയും നിമിഷ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് നാല് രാജ്യവും ശക്തിയും മഹത്വം നീയൊക്കെ നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവന്റെ മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവെ, എന്റെ പാപം ക്ഷമിച്ചുകൂടാതെ വണ്ണം വലിയവയാകുന്നു. എങ്കിലും നീ സകലത്തിനും പ്രാപ്തിയുള്ളവനാകിയാൽ എന്റെ പാപങ്ങൾ ക്ഷമിപ്പാൻ നിനക്ക് എളുപ്പമാകുന്നു. നിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി ഞാൻ പ്രവർത്തിച്ചു നിന്നെ കോപിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ റൂഹായെ ഞാൻ ദുഃഖിപ്പിച്ചു. തിരിച്ചറിവില്ലാത്ത മൃഗം പോലെ അറിവില്ലാതെ അശുദ്ധ പ്രവർത്തികൾ ചെയ്ത് മലിനപ്പെട്ട് വിശുദ്ധിയില്ലാത്തവനായി തീർന്നു. പൈശാചിക ദുഷ്പ്രവർത്തികൾ മൂലം പാപത്തിൽ മുഴുകി തീർന്നിരിക്കുന്നു.
കർത്താവേ, ഇതാ എന്റെ പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന പോലെ ഞാൻ ഉണർന്നിരിക്കുന്നു. ധർമ്മരഹിതവും കൈപ്പേറിയതും കഠിനതരവുമായ എന്റെ ദുഷ്ടതകൾ ഞാൻ കണ്ടറിഞ്ഞ് കൃപയ്ക്കായി നിന്റെ വാതുക്കൽ തിരിഞ്ഞു വന്നിരിക്കുന്നു. കർത്താവേ, എന്നോട് ദയ ചെയ്ത് എന്റെ പാപങ്ങളെക്കുറിച്ച് മനസ്സിൽ തോന്നണമേ. എന്നോട് നിന്റെ മഹാവലിയ കരുണ കാണിച്ച് എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിലല്ലാതെ എന്തിൽ ഞാൻ ആശ്രയിക്കുകയും നിന്റെ അടുക്കലല്ലാതെ മറ്റാരുടെ പക്കൽ പോവുകയും ചെയ്തു. നീ പാപികളുടെ അനുതാപം അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിക്കുവാൻ നോക്കി പാർക്കുന്നവനാകയാൽ നിന്റെ പ്രീതി വാത്സല്യം കൊണ്ട് എന്നോട് കൃപ ചെയ്ത് എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എന്നെ നീതിയും വിശുദ്ധിയും എടുപ്പുള്ള നിർമ്മലമുള്ളവരാക്കി നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ യോഗ്യത നൽകുമാറാകണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധാത്മാവിനോട് പടവെട്ടുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അനുതാപ പ്രാർത്ഥനയും നമ്മുടെ മുള്ളുകളൊക്കെയും കൃപകളായി മാറ്റുവാൻ ലോകത്തെമ്പാടുമുള്ള നമ്മുടെയും പാപപരിഹാരത്തിന് ഉപകാരമായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരു അടുത്ത പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ പറഞ്ഞു. ഞാൻ ഡാലസിൽ ഇപ്പൊ നമ്മുടെ ക്ലർജി മീറ്റിംഗ് ഡയസസ് മീറ്റിംഗിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്കാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടിയിട്ട് പിന്നെ പ്രസംഗം അങ്ങ് തുടങ്ങാമോ? ഓക്കെ അച്ഛൻ, തീർച്ചയായിട്ടും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാന് ഇപ്പൊ ഡാലസിൽ നിന്നാണ് നിങ്ങളോട് കൂടെ ചേരുന്നത്. ഡാലസിൽ ഞങ്ങളുടെ ക്ലർജി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരല്പസമയം ഞാൻ ഇറങ്ങി വന്നതാണ്. ഒരു ദിവസം ഒഴിവാക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് വന്നതാണ്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മോളു കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ എനിക്ക് നേരിട്ട് അധികം പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രിയപ്പെട്ട പയസ് അച്ഛനും ഞാനും വളരെ അടുപ്പമുള്ള വൈദിക ശ്രേഷ്ഠരാണ്. പ്രിയപ്പെട്ട പയസ് അച്ഛൻ പെരുന്നാട് ഇടവക അംഗമാണ്. അങ്ങനെ ആ ഇടവകയിൽ ഞാൻ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാട്ടിൽ. അങ്ങനെ പയസച്ചനുമായും ആ കുടുംബവുമായി, പ്രത്യേകിച്ച് പയസച്ചന്റെ അമ്മയുടെ കുടുംബം എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു അടുപ്പം കൂടിയുണ്ട്, ഒരു ബന്ധം കൂടിയുണ്ട്. പ്രിയപ്പെട്ട കൊച്ചമ്മ കുറിച്ച് കൂടുതലായി കൊച്ചമ്മ തന്നെ അത് വിശദീകരിക്കും. കൊച്ചമ്മയുടെ ജോലിയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എലിസബത്ത് ആൻറ്റി അത് കുറച്ചുകൂടി വിശദീകരിക്കുമെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ അത് എഴുതി തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അതുകൊണ്ട് അച്ഛൻ്റെ പള്ളിയെക്കുറിച്ചും അവർ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും കൂടുതലായി വിശദീകരിക്കും. എലിസബത്ത് ആൻറ്റി അത് വിശദീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കൊച്ചമ്മയെ വളരെ സ്നേഹപൂർവ്വം സൗത്ത് വെസ്റ്റ് അമേരിക്ക ഡയസസിന്റെ ഫ്രൈഡേ പ്രയറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കുടുംബമായി ദൈവം കൂടുതൽ ശക്തിയും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എലിസബത്ത് ആൻറ്റി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ അവസാന ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിനോട് നിങ്ങളോട് പ്രത്യേകമായ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ വലിയ നോമ്പിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധ പാതി നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഗൂഗിൾ തായുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ മുകളിലേക്ക് നോക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ അതിലേക്ക് നോക്കി നമുക്ക് സൗഖ്യം പ്രാപിച്ച് പാപരോഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ പാപങ്ങളിൽ നിന്ന് പുതിയ അനുഭവങ്ങളെ പ്രാപിക്കുവാനും നമുക്ക് ഇടയാകട്ടെ. അതിന് ദൈവം നന്മയായി അനുഗ്രഹമായി നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു അച്ഛൻ. ഇപ്പോഴ ഒരു പാട്ട് അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പാട്ട് പാടി തുടർന്നിട്ട് ബഹുമാനപ്പെട്ട കൊച്ചമ്മയുടെ ധ്യാനപ്രസംഗം ഉണ്ടായിരിക്കും. പാട്ടുപാടി തുടരാം നമുക്ക്. ആനി സുമി പാട്ടുപാടിയത്. പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈ വണങ്ങുന്നടിയാ തിരുഹിതം പോലാജിപ്പാ വരം താ പരമപിതാ. സോറി, എനിക്കൊരു ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ക്ഷമിക്കണം.
sorry about that. ഓക്കെ, പാടിക്കാം. പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈവണങ്ങുന്നടിയാർ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ വിശ്വാസ സ്ഥിരതരായി അണഞ്ഞിടും ദാസരിന്മേൽ വിശ്വാസ സ്ഥിരതരായി അണഞ്ഞിടും ദാസരിന്മേൽ മശിഹായിൻ നാമത്തിൽ കുറവെന്നെ കൃപ നൽകി വഴി നടത്തൂ കരുണകൾക്കുടയവനേ മശിഹായിൻ നാമത്തിൽ കുറവെന്നെ കൃപ നൽകി വഴി നടത്തൂ കരുണകൾക്കുടയവനേ നിർമ്മലമാം മനമോടെ നിരന്തരം സ്തുതിച്ചിടുവാൻ നിർമ്മലമാം മനമോടെ നിരന്തരം സ്തുതിച്ചിടുവാൻ നിർമ്മതരായി നിലനിൽപ്പാൻ നിരുപമ സ്നേഹത്തിൽ വസിച്ചിടുവാൻ നിഖിലേശ കൃപ ചൊരിയൂ നിർമ്മതരായി നിലനിൽപ്പാൻ നിരുപമ സ്നേഹത്തിൽ വസിച്ചിടുവാൻ നിഖിലേശ കൃപ ചൊരിയൂ പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈവണങ്ങുന്നടിയാർ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ. താങ്ക് യു. പ്രിയപ്പെട്ട സുമിയ, ദൈവം അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പ്രാർത്ഥന തുടരാം. ഇപ്പൊ ബഹുമാനപ്പെട്ട അച്ഛൻ ഓൾറെഡി ബഹുമാനപ്പെട്ട മോളു എൽസ ഈപ്പൻ കൊച്ചമ്മയെ ഒന്ന് സ്വാഗതം ചെയ്തു. നമുക്ക് ആ മെസ്സേജ് തരാൻ പോകുന്ന കൊച്ചമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൊച്ചമ്മയുടെ മെസ്സേജ് പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. ബഹുമാനപ്പെട്ട പയസ് ജേക്കബ് അച്ഛൻ, അതായത് സെയിന്റ് ജോൺസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ, സെയിന്റ് ജോൺസ് ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ, അവിടുത്തെ കോൺഗ്രിഗേഷനിലെ പാരിഷ് പ്രീസ്റ്റ് ആയിട്ടുള്ള അച്ഛൻ്റെ കൊച്ചമ്മയാണ്, വിസ്ക്യാമയാണ്. കൊച്ചമ്മ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും പവർ സിസ്റ്റംസ് ആൻഡ് എൻവയോൺമെന്റൽ സിസ്റ്റംസ് എഞ്ചിനീയർ
എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ഒരു മെമ്മോറിയൽ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്ന് ഒരു റീസെന്റ് മാസ്റ്റേഴ്സ് എടുത്ത കൊച്ചമ്മയും കൂടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡിഗ്രിയിലാണ് എടുത്തിരിക്കുന്നതെങ്കിലും കൊച്ചമ്മ ഇന്നിപ്പം നമുക്ക് ഒരു നല്ല മെസ്സേജ് തരാനായിട്ട് വന്നിരിക്കുകയാണ്. കൊച്ചമ്മയ്ക്ക് പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് നാം ആ മെസ്സേജ് ശ്രവിക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം. കൊച്ചമ്മ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും നമുക്ക് നൽകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. കൊച്ചമ്മയെ കൂടെ തമ്പുരാൻ നമുക്കൊരു നല്ല മെസ്സേജ് തരികയും കൊച്ചമ്മ പറയുന്ന മെസ്സേജ് കൊച്ചമ്മയ്ക്കും നമുക്കും അത് പാലിക്കത്തക്കോണം നമുക്കും അനുഗ്രഹപ്രദമാകണമേ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി അടുത്ത പ്രെയർ ഒക്കെ വരുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്തേക്കണം. കൊച്ചമ്മ മാത്രം അൺമ്യൂട്ട് ചെയ്ത് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കണമേ എന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മ മെസ്സേജ് തരണമേ എന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും ചെയ്തുകൊണ്ട് കൊച്ചമ്മ പ്രസംഗിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു ആൻറ്റി. എൻ്റെ പേര് മോളു എൽസ അയ്യപ്പൻ, അച്ഛൻ പയസ് എൽ ജേക്കബ്. ഞങ്ങൾ ഇവിടെ സെയിൻറ്റ് ജോൺസ് ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ, കാനഡയുടെ ഈസ്റ്റേൺ പാർട്ടാണ്. അവിടെ ഒരു കോൺഗ്രിഗേഷൻ, സെയിൻറ്റ് ജോൺ ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ്റെ പാരിഷ് പ്രീസ്റ്റായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. ഞങ്ങൾ നാട്ടിൽ അച്ഛൻ്റെ പള്ളി പെരുന്നാടാണ്, പെരുന്നാട് ബെൽദനി പള്ളിയാണ്. എൻ്റേത് പഴയ സുരേനി പള്ളി ചെങ്ങന്നൂർ. ആൻറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. പവർ സിസ്റ്റത്തിലും എൻവയറൺമെന്റൽ സിസ്റ്റം എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിലും 2 മാസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ റീസെന്റ് ആയിട്ട് മെമ്മോറിയൽ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ആയി. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. അങ്ങനെ ഞാൻ ഇനിയും പ്രസംഗത്തിലേക്ക് കടക്കാം. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്ദ ഇവാനിയോസ് തിരുമേനി, MMVS വൈസ് പ്രസിഡന്റ് ഫാദർ AB എബ്രഹാം, വന്യ വൈദിക ശ്രേഷ്ഠർ, ജനറൽ സെക്രട്ടറി മിസ് ഷിനി കുര്യൻ, ട്രഷറർ മിസ് ഷീന പുന്നൂസ്, കോർഡിനേറ്റർ എലിസബത്ത് താഗൻ, ഫോമർ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സാലി കൊച്ചമ്മ, പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ 50 നോമ്പിന്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നോമ്പ് എന്ന് പറയുന്നത് ദൈവത്വത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് നോമ്പ് ആർജിക്കേണ്ടത് ആർജിക്കുവാനും വർജിക്കേണ്ടത് വർജിക്കുവാനുമുള്ള സമയമാണെന്ന്. മറ്റൊരു വീക്ഷണത്തിൽ നോമ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. മോശയും ഏലിയായും നമ്മുടെ കർത്താവും 40 ദിനം നോമ്പെടുത്തു, ആകൽ കർസായെ ജയിച്ചുവെന്ന് വിശുദ്ധ അപ്രേമിന്റെ മെമ്രായിൽ നാം പാടുന്നു. അപ്രകാരം ഈ നോമ്പിന്റെ ദിനങ്ങൾ നമുക്കും നമ്മുടെ ശത്രുവായ സാത്താനെ ജയിച്ച് നമ്മുടെ കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുവാൻ സാധ്യമാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയും ധ്യാനത്തിന് വേണ്ടിയും തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യമാണ്. നമ്മുടെ കർത്താവിന്റെ ക്രൂശിലെ 5-ാം തിരുമൊഴിയും ഏറെ ശ്രദ്ധേയവും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു വാക്യമാണ്, എനിക്ക് ദാഹിക്കുന്നു, അഥവാ ഐ തേഴ്സ്റ്റ്. ബെന്യാമീന്റെ പ്രശസ്തമായ നോവലായ ആടുജീവിതം, അതില് 3 ചെറുപ്പക്കാർ മരുഭൂമിയിലൂടെ നടക്കുന്നതായും അതിലൊരുവൻ ദാഹപരവശനായി മരണാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ജലം എന്നുള്ളത്. നമ്മുടെ കർത്താവിന്റെ ദാഹത്തെ പറ്റിയാണല്ലോ ഈ ഒരു തിരുമൊഴിയിൽ, 5-ാം തിരുമൊഴിയിൽ നമ്മോട് സംവാദിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ദാഹ കാരണം എന്താണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് ദാഹജലം ചോദിച്ചതായി വേദപുസ്തകത്തിൽ പറയുന്നു. ഈ ജലം ആവശ്യപ്പെട്ടത് ദൈവത്തിൽ നിന്നും അകന്നു ജീവിച്ച ഒരു ജനതയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ദാഹമാണ്. അപ്രകാരം കർത്താവിന്റെ ദാഹവും ഉദ്ദേശിക്കുന്നത് ലോകത്തെ മുഴുവനും വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ദാഹമായിട്ടാണ്. നമ്മുടെ കർത്താവിന്റെ ക്രൂശിലെ ദാഹം പ്രവചന പൂർത്തീകരണമാണെങ്കിലും ഒരു മനുഷ്യനെന്ന നിലയിൽ തലേ ദിവസത്തെ പടയാളികളുടെ ക്രൂര പീഡനങ്ങളാലും പ്രഹരങ്ങളാലും പീലാത്തോസിന്റെ അരമനയിലുള്ള നടപടിക്രമങ്ങളിലും ചാട്ടവാറടിയിലും കാൽവറിയിലേക്കുള്ള പ്രയാണത്തിലും
ശരീരത്തിലുണ്ടായ ഡീഹൈഡ്രേഷൻ ലീഡിങ് ടു ഡെത്ത് എന്നുള്ളത് മനുഷ്യത്വത്തെ കണക്ട് ചെയ്യുന്നു. അതിലുപരിയായി താൻ ആയിരിക്കുന്ന സമൂഹത്തിലും അന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മ പ്രവൃത്തികളിൽ നിന്നും തമ്പുരാന്റെ കുഞ്ഞുങ്ങളെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ദാഹമാണ് ക്രൂശിൽ നിന്നും ഉയർന്നു വന്നത്. അത് തന്റെ ദൈവത്വത്തെ വെളിവാക്കുന്നു. ഇന്നിന്റെ സമൂഹത്തിൽ പാപത്തിന്റെ ധൂമകേതുക്കൾ നമ്മുടെ തലമുറയെ ചുറ്റി വളഞ്ഞിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒരു കാലത്ത് എവിടെയോ നടന്നുള്ളൊരു പ്രതീതിയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് ഇതെല്ലാം സംഭവിക്കുകയാണ്. ഒരു കാലത്ത് സമൂഹത്തിന് വിപത്തായത് മദ്യവും മയക്കുമരുന്നുമാണെങ്കിൽ ഇന്ന് അതിനേക്കാൾ 100 ഇരട്ടി വീര്യമുള്ള തിന്മ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ ദാഹം കുറയുകയാണോ കൂടുകയാണോ? ഇന്നും നമ്മുടെ കർത്താവിനെ ദാഹിക്കുന്നു. കർത്താവിന്റെ ദാഹത്തെ 2 തലങ്ങളിൽ വേദപണ്ഡിതർ വിശദമാക്കുന്നു: ആത്മാവിന്റെ ദാഹവും ശരീരത്തിന്റെ ദാഹവും. ഒന്നാമതായി ആത്മാവിന്റെ ദാഹം. ഇത് ആരംഭിക്കുന്നത് ആദ്യ മനുഷ്യൻ പാപം ചെയ്തതു മുതലാണ്. പറുദീസയുടെ അനുഭവത്തിൽ ദൈവസ്വരൂപത്തിലായിരുന്ന മനുഷ്യൻ പാപം മൂലം നഷ്ടപ്പെടുത്തിയ പറുദീസ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ദാഹം. ഈ ദാഹം തീർക്കുവാൻ ദൈവസ്വരൂപത്തിലിരിക്കവേ സ്വർഗത്തിലെ മഹിമാവസ്ഥ വിട്ട് ദാസവേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദാസനായി ജീവിച്ച് ക്രൂശിലെ മരണത്തിലൂടെ ഈ ദാഹം തീർക്കുകയാണ്. ഈ ദാഹം ഉണ്ടാകുവാനുള്ള കാരണം നിത്യജീവൻ സാധ്യമാക്കുവാൻ വേണ്ടിയാണ്. സങ്കീർത്തനം 42 അധ്യായം 1-2 വാക്യങ്ങളിൽ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? മനുഷ്യാത്മാവിനെ ദൈവാത്മാവിനോട് ചേർക്കുവാനുള്ള ദാഹം. പാപം മൂലം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം കൂടി. ഒരിക്കൽ ലെബനോനിലെ പ്രവാചകനായ ഖലീൽ ഒരു പൂന്തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി തന്റെ ആയയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾ ഒളിച്ചിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആയ വലിയ ശബ്ദത്തോടുകൂടി നിന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ട പ്രവാചകൻ അറിയാതെ മുകളിലേക്ക് നോക്കുന്നു. അവിടെ നിന്ന് നിന്നെ ഞാൻ കണ്ടു എന്ന ഒരു ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാനിടയായി. അങ്ങനെ ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ക്രൂശിൽ നിന്ന് ഈ ഉയർന്നു വന്ന ഈ തിരുമൊഴി, എനിക്ക് ദാഹിക്കുന്നു എന്ന ആ ധ്വനി, പാപത്തിൽ ഒളിച്ചിരിക്കുന്ന നമ്മെ ദൈവം കണ്ടെത്തി ഇനിയും നാം ദൈവത്തിലേക്ക് തിരിയണമെന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ശരീരത്തിന്റെ ദാഹം. നമ്മുടെ കർത്താവ് ദൈവമായിരിക്കെ മനുഷ്യനുമായതിനാൽ തന്റെ ശരീരത്തിലുണ്ടായ പ്രഹരങ്ങളാലും ഒരു രാത്രി നീണ്ടുനിന്ന വിസ്താരണയിലും കഠിനമായ പീഡനങ്ങളാലും ശരീരത്തിലെ ജലാംശം പൂർണ്ണമായി വറ്റിപ്പോയിരിക്കാം. ഇവിടെ നമ്മുടെ കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവും പൂർണ്ണമാകുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചത് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെങ്കിൽ ഇന്നിന്റെ ലോകത്ത് ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവനെ നമുക്ക് വേണ്ടി ക്രൂശിൽ ത്യാഗം അനുഭവിച്ച നമ്മുടെ നാഥന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇനിയും ക്രൂശിനെ നോക്കിയുള്ള യാത്ര ആരംഭിക്കുന്ന സമയമാണ്. ക്രൂശിൽ നിന്ന് ഉയർന്നു വന്ന 2 കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുന്നു. 1 സ്നേഹം, 2 അനുസരണ. നമ്മുടെ കർത്താവിന്റെ ക്രൂശിൽ നിന്ന് ഉയർന്നു വന്ന സ്നേഹം പ്രതിഫല ഇച്ഛയില്ലാത്ത സ്നേഹമാണ്. അതിന്റെ ഗ്രീക്ക് പദം അഗാപ്പെ എന്നാണ്. പ്രതിഫല ഇച്ഛയില്ലാത്ത സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധ യോഹന്നാന്റെ പുസ്തകം 13 അധ്യായം 35 വാക്യം: നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. രണ്ടാമതായിട്ട് ക്രൂശിൽ നിന്ന് ഉയർന്നു വന്നത് അനുസരണമാണ്. പരിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീരണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 8 വാക്യം. ആദ്യ മനുഷ്യൻ അനുസരണക്കേട് നിമിത്തം നഷ്ടപ്പെടുത്തിയ പറുദീസയുടെ അനുഭവം, 2ാം ആദാമായ നമ്മുടെ കർത്താവ് ക്രൂശിൽ നമ്മുടെ പിതാവാം ദൈവത്തോട് പൂർണ്ണമായും അനുസരണ കാട്ടി നമുക്ക് മാതൃക നൽകുന്നു. ഇതാണ് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യുവാനുള്ളത്. ഇന്ന് ഞാനും നിങ്ങളും നോമ്പിനും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാതൃക എവിടെ നിന്നാണ് ലഭിച്ചത്? ഒരു കാലത്ത് നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പായി മത്സ്യവും മാംസ്യവും പ്രിപ്പയർ ചെയ്തിരുന്ന പാത്രങ്ങൾ കഴുകി കമഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു അനുഭവം
ഒരു പാരമ്പര്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തലമുറകൾക്ക് വേണ്ടി 3 മണി വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മമാരും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു മാതൃക തലമുറയ്ക്കും ഉള്ള തലമുറയ്ക്കും വരും തലമുറയ്ക്കും പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവിന്റെ ദാഹം എങ്ങനെയാണ് നമുക്ക് തീർക്കുവാൻ സാധിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായിട്ടും കഴുകി ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഈ ദാഹം തീരുകയുള്ളൂ. പ്രവചന പുസ്തകങ്ങളിൽ കടും ചുവപ്പായിരിക്കുന്ന നമ്മുടെ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മാമുദിസയിലൂടെ നാം പ്രാപിച്ച മഹത്വത്തിന്റെ നീലാംഗിയുടെ അനുഭവം, നിത്യജീവന്റെ അനുഭവം, അത് നമ്മുടെ പാപങ്ങൾ മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ ദാഹം പൂർണ്ണമായും ശമിക്കുകയുള്ളൂ. അതിനുവേണ്ടി മാനസാന്തരത്തിലൂടെ, അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കണം. മുടിയനായ പുത്രൻ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നതുപോലെ നമുക്കും നമ്മുടെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാം. അത് സാധ്യമാകണമെങ്കിൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ അതിനെ ചൂണ്ടിക്കാണിക്കുകയും പാപം തിരിച്ചറിഞ്ഞ ദാവീദ് തന്റെ കിടക്കയെ കണ്ണുനീരിൽ നനച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചതായും കാണുന്നു. അതാണല്ലോ 51-ാം സങ്കീർത്തനം. പാമ്പക്കുട നമസ്കാരത്തിൽ ഇപ്രകാരം ഒരു മെമ്രയുണ്ട്: താൻ പാപമറിഞ്ഞ ദാവീദ് രാവും പകലും കണ്ണുനീരാൽ തന്റെ കിടക്ക നനച്ചല്ലോ, അയ്യോ വലുതാം നിന്ദുരിതം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പിതാക്കന്മാർ പാടിയത് അയ്യോ വലുതാം നിന്ദുരിതമെന്ന്. ഈ വലിയ നോമ്പിന്റെ കാലത്ത് ദാവീദ് രാജാവിനെ പോലെ, മുടിനായ പുത്രനെ പോലെ, പത്രോസ് ലീഹായെ പോലെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് വിശുദ്ധ കുംഭസാരത്തിലൂടെ നമ്മുടെ ആത്മശരീര ദേഹികളെ ശുദ്ധീകരിച്ച് നമ്മുടെ കർത്താവിന്റെ ദാഹം തീർക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കാൻ ഇടയാക്കിയ ദൈവത്തിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ അവസരം നൽകിയ പ്രിയപ്പെട്ട സാലി കൊച്ചമ്മ, എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട എലിസബത്ത് അരകൻ ആന്റി, മറ്റ് എല്ലാ ഭാരവാഹികൾക്കും എന്റെ എളിയ വാക്കുകൾ ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മോളു എൽസ അയ്യപ്പൻ കൊച്ചമ്മയുടെ ദൂത് എല്ലാവർക്കും അനുഗ്രഹപ്രദമാണ്. നമുക്കറിയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം, കർത്താവിന്റെ 5-ാം തിരുമൊഴി, എനിക്ക് ദാഹിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയ്ക്കുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു മെസ്സേജാണ്. കർത്താവിന് ഇപ്പോഴും ദാഹിക്കത്തക്കവണ്ണമുള്ള വിധത്തിലാണ് നമ്മുടെ സമകാലീന പ്രശ്നങ്ങൾ പോകുന്നത്. കർത്താവിന്റെ ദാഹം ശമിപ്പിക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ നോമ്പിന്റെ സമയത്ത് മനസ്സുരുകി നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് മറ്റുള്ളവരുടെ നേരെ നമ്മുടെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് നാം ഓരോരുത്തരും തന്നെ, ബഹുമാനപ്പെട്ട കൊച്ചമ്മ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ഓരോരുത്തരുടെയും അനുതാപവും എനിക്ക് എൻ്റെ പിഴ എന്ന് പറഞ്ഞ് നാം ഓരോരുത്തരും അനുദപിക്കുകയും തിരിച്ചു വരികയും കർത്താവിന്റെ ദാഹം തീർക്കത്തക്കവണ്ണം, എന്നിട്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മദ്യവും മയക്കുമരുന്നും ഒക്കെയും വളരെ ദൂരെ ആയിരുന്നു, അല്ലെങ്കിൽ തിന്മ പ്രവൃത്തികളൊക്കെ വളരെ അകലെ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കാർക്കും ഓർക്കുകയും സഹിക്കുകയും പോലും ചെയ്യാത്ത അനേക തിന്മ പ്രവൃത്തികൾ നമ്മുടെ ചുറ്റും നടമാടുമ്പോൾ ആദ്യം ഇന്ന് എല്ലാ രംഗങ്ങളിലും പറയുന്ന ഒരു കാര്യം സെൽഫ് കറക്ഷനാണ്. നമുക്ക് ആരെയും ഉപദേശിച്ചു പോയി നന്നാക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്പിരിച്വൽ ഫീൽഡിലും ലൗകികമായ ഫീൽഡിലും ഒരുപോലെ പറയുന്ന കാര്യം സെൽഫ് കറക്ഷനാണ്. എന്നെ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ട് എന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ ലോകം നന്നായിക്കോളും. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക്, കണ്ണുനീരോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരും അതിലേക്ക് വരാൻ ഇടയാകും. അതോടുകൂടി കർത്താവിന്റെ ദാഹം അങ്ങനെ മാത്രമേ തീരുകയുള്ളൂ എന്ന് കൊച്ചമ്മ പറഞ്ഞ വാക്കുകൾ കൂടി ദൈവം തമ്പുരാൻ കൊച്ചമ്മയിൽ കൂടി നമ്മോടും സംസാരിച്ചു. കൊച്ചമ്മയുടെ വാക്കുകളും നമ്മൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, അത് ഇന്നിപ്പോൾ കേട്ടിട്ട് നമ്മൾ ആ സമയത്ത് മാത്രം അതിനെപ്പറ്റി അല്പനേരം ആവേശത്തോടെ അല്ലെങ്കിൽ ഇമോഷണൽ ആയാൽ മാത്രമല്ല, തുടർന്ന് ഈ നോമ്പിന്റെ ബാക്കിയുള്ള ദിവസങ്ങളിലും ഓരോ നിമിഷവും നമ്മുടെ പിഴ എന്ന് ഏറ്റുപറയുകയും നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓരോ കുടുംബത്തിലെ അംഗവും നമ്മുടെ ഇടവകയിലെ അംഗവും
നമ്മുടെ ദേശത്തെ അംഗങ്ങളെയും ലോകമെമ്പാടുമുള്ള അംഗങ്ങൾക്ക് വേണ്ടി നമുക്കും കരഞ്ഞ് കർത്താവിന്റെ ദാഹം തീർക്കുവാൻ ഇടവരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട കൊച്ചമ്മയും അച്ഛനെയും മക്കളെയും അതുപോലെ തന്നെ കൊച്ചമ്മയുടെയും അച്ഛൻ്റെയും പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന എല്ലാവരെയും ലോകമെമ്പാടുമുള്ള മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ ദാഹം തീർക്കാൻ നമുക്കും ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. പ്രത്യേകമായി കൊച്ചമ്മയ്ക്കുള്ള നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ മർത്തമറിയ സമാജം ത്തിന്റെ ബിഹാഫിലുള്ള എല്ലാ നന്ദിയും കൊച്ചമ്മയ്ക്ക് അർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നു. ഇതുവരെ നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെയും സ്തോത്രത്തോടെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനി, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്ഷമിക്കാനുള്ള നമ്മുടെ ഈ നോമ്പിന്റെ സമയത്ത് എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള ശക്തി നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയോട് കൂടി നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിച്ചതാവുന്നു. എല്ലാ സഭാംഗങ്ങളും ഒരുപോലെ കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ അണിനിരക്കാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബാവ തിരുമേനിയും എല്ലാ സഭാ നേതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുത്ത സൗഖ്യത്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതേപോലെ തന്നെ ഒരു ബാവ തിരുമേനിയുടെ ഓർഡിനേഷനാണ് ഈ ഭജനിപ്പ് പെരുന്നാളിൻ്റെ അന്ന്. അതെല്ലാം ഭംഗിയായി നടക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ലണ്ടൻ റിട്രീറ്റ് അനുഗ്രഹപ്രദമായതിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ നടക്കുന്ന ക്ലർജി മീറ്റിംഗ് അത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ, അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നാം കേട്ട വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനയെല്ലാം നടത്തി വചനം കേട്ടവരായി മടങ്ങിപ്പോവാതെ അത് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിരുമേനിമാരും, ബഹുമാനപ്പെട്ട തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയും മാറപ്രൻ തിരുമേനി, യൂസേബിയോസ് തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, അതുപോലെ നമ്മുടെ ഇടവകയിലെ പുരോഹിതന്മാരെയും, എല്ലാ കൊച്ചമ്മമാരെയും, എല്ലാ മർത്തമറിയം സമാജം ഭാരവാഹികളെയും, ചമ്മാശന്മാർ, സിസ്റ്റർമാർ, ദൈവവേലയ്ക്കായിട്ട് വേർതിരിച്ച ജീവിതം വേർതിരിച്ച എല്ലാവരെയും, ആൾട്ടർ ബോയ്സ്, പിന്നീട് ജോലി ചെയ്തുകൊണ്ട് തന്നെ ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയിലെ സഭാ നേതാക്കള്, രാഷ്ട്രം ഭരിക്കുന്നവർ, ലോക സമാധാനത്തിനും സഭാ സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ US വേണ്ടി മൊത്തമായിട്ട് US രാജ്യ നേതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി, കൊച്ചു കേരളത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചു കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിക്കായിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പൈങ്ങോലിയാച്ചനെയും എല്ലാ അഭിഷിക്തരും, സുഖമില്ലാതിരിക്കുന്നവരെ, അവരെ ശുശ്രൂഷിക്കുന്നവരെ, മെഡിക്കൽ ടീമിനെ ദൈവസന്നിധി സമർപ്പിക്കാം. അന്നമ്മ ഫിലിപ്പ്, ബ്ലസ്സി, സാബു, വത്സ, രാജു, നിക്കോളാസ് തിരുമേനിയുടെ സഹോദരൻ ജോർജ് എന്ന് പറയുന്ന സഹോദരന് കൊടുത്ത സർജറിയിൽ കിട്ടിയ ആശ്വാസം, തുടർന്നുള്ള സൗഖ്യത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് തുടർന്ന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷാനു തോമസിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ആ പ്രിയപ്പെട്ട മകൾ കുടുംബമായിട്ട് ആ രോഗം മൂലം ദൈവം തമ്പുരാൻ വിളിച്ചു വേർതിരിച്ച ആ കുഞ്ഞിന് കൊടുത്ത സൗഖ്യത്തിനും ഇനിയും കൊടുക്കാനിരിക്കുന്ന സൗഖ്യത്തിനും വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതേ അവസ്ഥയിലുള്ള എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ബെഞ്ചമിൻ ഏബ്രഹാം, സ്കാർലറ്റ്, സൂസമ്മ, ഒരുപാട് പേര്, ധാരാളം പേര് നമ്മുടെ പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊടുത്ത സൗഖ്യം സ്തോത്രം പറഞ്ഞുകൊണ്ട് തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിലുള്ള രോഗാവസ്ഥയുള്ള മക്കളെ സമർപ്പിക്കുന്നു. നമ്മള് സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആ ശരീരത്തിന്റെ, ആത്മാവിന്റെ, മനസ്സിന്റെ എല്ലാം സൗഖ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിന്റെ ഉദരത്തിൽ രൂപം കൊണ്ടതിന് മുൻപേ നമ്മെ അറിഞ്ഞ കർത്താവ്, ഇന്ന് നമ്മൾ ഒരേ ആത്മാവിൽ ഏതാണ്ട് 100-ൽ പരം മക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ ദൈവസന്നിധി ഒരുമിച്ച് കൂടി ഒരേ ആത്മാവിൽ കൂടിയപ്പോൾ ദൈവം നമ്മുടെ മധ്യ ഉണ്ട്.
നമ്മെ തന്നെ താഴ്ത്തി നാം സമർപ്പിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ എല്ലാ മക്കൾ, കുഞ്ഞുമക്കൾ മാത്രമല്ല, നമ്മുടെ ഇടവകയും നമ്മുടെ രാഷ്ട്രവും ലോകമെമ്പാടുമുള്ള മക്കൾ കൊച്ചമ്മയുടെ മെസ്സേജിലും എല്ലാവർക്കും സൗഖ്യമായിട്ടും ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് അത് ഉതകുന്നതായി തീർന്നിട്ടുണ്ട്. സ്തോത്രത്തോടെ സൗഖ്യമാകാത്തവരും ആ ഉള്ള കൃപയിൽ അതിനെ ഉള്ള അവസ്ഥയെ അതിജീവിപ്പാൻ, മുള്ളുകൾ കൃപകളായി മാറുവാൻ ലോകമെമ്പാടുമുള്ളവരുടെയും ഇപ്പോൾ കർത്താവിന്റെ ദാഹം തീർക്കത്തക്കോണം ആയിത്തീരുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ കുഞ്ഞു പ്രായം മുതൽ ഇന്ന് വരെ നാം കണ്ട എല്ലാവരെയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബർത്ത്ഡേ ആയിരുന്ന ഇസക്കേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബർത്ത്ഡേ ആയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഓർഡിനേഷൻ ആയിരിക്കുന്ന സോളമൻ, മാത്യു, ടോബി, ആർജി, ആഷിഷ്, ഇനി ഓർഡിനേഷനിലേക്ക് പ്രവേശിക്കേണ്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. കിഡ്സ് ലണ്ടൻ, കിഡ്സിന് നേതൃത്വം കൊടുത്ത കാനഡ റീജിയനെ ഓർത്ത് സ്തോത്രത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാകുന്നു. അനേകര് ഞായറാഴ്ച ദിവസം ദൈവാലയത്തിലേക്ക് പോകാൻ കഴിയാത്ത കുഞ്ഞുങ്ങള്, അവർക്ക് അതിന്റെ മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുന്ന പ്രാധാന്യത്തെ പറ്റി കുഞ്ഞുങ്ങൾക്ക് അറിയാതെ പോകുന്നു. അവർക്ക് വേണ്ടി ഇരട്ടിയായിട്ട് നാം പ്രാർത്ഥിക്കുകയും നാം അവർക്ക് വേണ്ടി കൂടുതലായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവർക്ക് ആ ബോധ്യം കിട്ടുവാനായിട്ട് കൂദാശകളിൽ നിന്നും ദൈവ ആരാധനയിൽ നിന്നും വേദോത്സവാനിൽ നിന്നും അവരകന്ന് നിൽക്കുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതിൽ നിന്ന് അവരകന്ന് നിൽക്കുകയാകുന്നു. ദൈവമേ, അവരോട് കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നാം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ അവരും തീർച്ചയായിട്ടും അഗസ്റ്റിന് ഉണ്ടായതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരേ നിഷ്കളങ്കരായ ആ കുഞ്ഞുങ്ങൾക്കും ശരിക്കും ഒരു മാറ്റം ഉണ്ടാകുവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. 13 വയസ്സുള്ള രാജുവിനെ പറ്റി കേൾക്കാനിടെ ആ കുഞ്ഞിന്റെ കാര്യം, അവൻ വളരെയധികം ചുമതലയുള്ളൊരു കുഞ്ഞാവുന്നു. അവന് വളരെയധികം വിഷമങ്ങളുണ്ട്, എങ്കിലും അവൻ വളരെ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുന്ന അജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ആ കുഞ്ഞിനെ ഒന്ന് നോക്കി പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സാധിക്കില്ല. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും, കൊച്ചു കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മേഘയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആൻ, എലിസബത്ത്, ആൽബിറ്റ്, ലോറൻസ്, അതുപോലെ തന്നെ നോവ എന്ന് പറഞ്ഞ കൊച്ചു കുഞ്ഞ്, ആൻസൽ എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞ്, ജനിച്ചപ്പോൾ മുതൽ നെയ്തൻ എന്ന് പറഞ്ഞ കുഞ്ഞ്, ഇതേ പേരുള്ള അനേകം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാം ഒന്നും തുറന്നു പറയാൻ വയ്യാത്ത അനേക അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. ലഹരി, ഇന്റർനെറ്റ്, അവരറിയാതെ തന്നെ അതിന്റെ വിഷമത്തിലാകപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കും. മണിപ്പൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബഹറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. റീന, രമ്യ, റെനി, രേഷ്മ, 2 രേഷ്മമാർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഒരു രേഷ്മയും കൂടെ ബാക്കിയുണ്ട്. അനേക രേഷ്മമാര് കാണും. റീനോ, റിയ, രൂപ, റോഷ്നി, റൂബി, റൂത്ത്, ഇനി അനേക മക്കളുണ്ട്. എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ദൈവം അവിടുത്തെ ഹിതപ്രകാരം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ദൈവഹിതപ്രകാരം വളർത്താൻ സഹായിക്കണമേ. ഈ പ്രയർ ലൈന് തന്നെ കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും സമർപ്പിക്കുന്നു. ജീവിത പങ്കാളികളെ ലഭിച്ച ദൈവഹിതത്തിനായി സമർപ്പിച്ചിരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ചർച്ചസിന് വേണ്ടി, മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് കാൽഗറി, എഡ്മണ്ടൺ, എബി വിൽപ്പച്ചന്റെ ചർച്ച്, അറ്റ്ലാന്റ ചർച്ച്, 2 സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച്, എല്ലാ ചർച്ചസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുദ്ധം കൊണ്ട് വിഷമിക്കുന്നവര്, ക്രിസ്ത്യാനികളായി പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് വിഷമിക്കുന്നവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ മക്കൾ, പ്രത്യേകിച്ച് മേരി തോമസ് കുട്ടി കൊച്ചമ്മയുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തരെയും, എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാക്കളെ സമർപ്പിക്കുന്നു. ഇപ്പോഴും പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞ് അകാലത്തിൽ പ്രിയപ്പെട്ടവർ വേർപെട്ട് ദുഃഖത്തിലിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സൂയിസൈഡ് ചെയ്യുന്ന അനേകർ ഇപ്പോഴുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതായത് അവരെ ഓർത്ത് വിലപിക്കുന്നവരെ അങ്ങനൊരു പ്രയാസത്തിലേക്ക് കടക്കാതിരിക്കാൻ നമുക്കും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. വിട്ടുപോയ അനേകം കാര്യങ്ങളുണ്ട്. വോളണ്ടറി സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയത്ത് വീടിന്റെ ജപ്തി, ചികിത്സയ്ക്ക് പണമില്ലാതെ, പഠനത്തിന് പണമില്ലാതെ
കയറിക്കിടക്കാൻ ഭവനമില്ലാതെ, വിദ്യാഭ്യാസത്തിനും പണമില്ലാതെ ഇരുന്ന് വിഷമിക്കുന്ന അനേകരുണ്ട്. അവരെ നമ്മുടെ മുൻപിൽ എത്തിച്ചു തരും. അതുപോലെ തന്നെ ധനവാന്മാരെ ദാനശീലരാക്കണമേ. നമുക്കൊക്കെ ഉള്ളിൽ നിർധനയായ വിധവയുടെ ചില്ലിക്കാശ് പോലെ നമുക്കും ഉള്ള നമ്മുടെ അവസ്ഥയിലുള്ള നമ്മുടെ താലന്തുകൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ ഈ നോമ്പിന്റെ അവസ്ഥയിൽ പ്രത്യേകമായി തയ്യാറാവാം. വിട്ടുപോയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സാറാമ്മ ജോൺ ആണ് പ്രാർത്ഥിക്കുന്നത്. സാറാമ്മ ജോണിനെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സാറാമ്മ ജോൺ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇച്ചിരൂടെ ശബ്ദം ഇച്ചിരൂടെ കേൾക്കണമല്ലോ. ഒരു ശബ്ദം ഇച്ചിരൂടെ കൂട്ടണമായിരുന്നു. കേൾക്കാം, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. ശബ്ദം ഇച്ചിരി കുറവാ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാമോ? കേൾക്കാം. കേൾക്കാമല്ലോ. സമ്പൂർണ്ണമായ ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവേ, ഈ സമയത്തെ തിരുസന്നിധിയിൽ അടുത്ത് വരുവാനും ധ്യാനിക്കുവാനും ലഭിച്ച ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ നോമ്പ് കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ശരിയായ വിധത്തിൽ നോമ്പ് നോൽക്കാൻ, ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിഞ്ഞ് വിശുദ്ധിയോടെ ഈ നോമ്പ് ആചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണമേ. തെറ്റുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ബലഹീനതയിൽ ഞങ്ങളെ അവിടുന്ന് താങ്ങി നടത്തണമേ. പ്രാർത്ഥിക്കുന്നവർക്ക് ശക്തിയും ധൈര്യവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏകാന്തതയിലും നിസ്സഹായതയിലും ആയിരിക്കുന്നവർക്ക് അവിടുന്ന് വഴി കാണിച്ചു കൊടുക്കണമേ. നിരാശയിൽ കഴിയുന്നവരെ പ്രത്യാശയുള്ളവരായി കഴിയുവാൻ ആത്മബലം നൽകണമേ. യുവജനങ്ങളെ നീതിമാർഗത്തിൽ നയിക്കണമേ. കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ നടത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. മാതാപിതാക്കളെ അനുസരിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള വിവേകം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അവിടുന്ന് സന്ദർശിക്കുക. അവിടുത്തെ ആണിപ്പഴുതിലുള്ള കൈകളാൽ അവരെ സ്പർശിക്കണമേ. കർത്താവേ, അവർക്ക് സൗഖ്യം കൊടുക്കണമേ. പലവിധ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്കും വേദനയിലും പ്രയാസത്തിലും കഴിയുന്നവർക്കും ആശ്വാസപ്രദനായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. മദ്യപാനവും മയക്കുമരുന്നിന്റെയും വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെയും എല്ലാ മക്കളെയും അതിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കണമേ. പരിശുദ്ധ സഭയെ സംരക്ഷിക്കണമേ. സഭയിൽ സമാധാനം നൽകണമേ. സഭാമക്കളെ ആത്മീയതയിൽ വളരുവാനും ദൈവയിഷ്ടപ്രകാരം നടത്തണമേ. സഭയിലെ എല്ലാ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭദ്രാസനങ്ങളും എല്ലാ ഇടവകളും ആധ്യാത്മികതയിൽ ഉണർവുള്ളവരായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ വേരുന്നു ഭക്തിയോടെ ജീവിക്കുവാൻ ഒരുക്കണമേ. പിതാവേ, എല്ലാ ക്രിസ്തീയ സമൂഹത്തെയും പരിപാലിക്കണമേ. എല്ലാ ജാതി മതസ്ഥരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. നന്മയിൽ വളരുവാനും സ്നേഹം പങ്കിടുവാനും എല്ലാവരെയും സഹായിക്കുവാനും കരുതുവാനുമുള്ള മനോഭാവം ഞങ്ങളിൽ വർദ്ധിക്കണമേ. കർത്താവേ, പരിശുദ്ധ സഭയുടെ മേലധ്യക്ഷനായിരിക്കുന്ന ബാബാ തിരുമേനിയെയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അറിവ്, ജ്ഞാനവും ബുദ്ധിയും ആരോഗ്യവും നൽകി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ അവർക്ക് കൃപ നൽകണമേ. ഞങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിലെ എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കണമേ. രാഷ്ട്രീയ നേതാക്കളെ നേരായ മാർഗത്തിൽ നയിച്ച് ജനങ്ങളെ സേവിക്കുവാനും രാജ്യത്തെ സംരക്ഷിക്കുവാനുമുള്ള മനോഭാവത്തോടെ അവരുടെ ചുമതല ഏറ്റെടുക്കുവാൻ സഹായിക്കണമേ. ഇപ്പോൾ തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയെ അവിടുന്ന് സ്വീകരിക്കണമേ. തെറ്റുകളൊക്കെയും ക്ഷമിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, മാനവും മഹത്വവും അവിടുന്ന് എടുത്തുകൊള്ളണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ശുദ്ധമുള്ള ഭാവ, ശുദ്ധമുള്ള തിരുനാമത്താ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും എല്ലാ സമയവും
നിന്റെ ദൈവത്വത്തിന്റെ ചിറകിന്റെ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ട ആനി, വോട്ട് ഓഫ് താങ്ക്സ് പറയാമോ? ഓക്കെ, കേൾക്കാമോ? കേൾക്കാമല്ലോ. ഇന്നത്തെ ഈ മർത്തമറിയ സമാജത്തിന്റെ കൂട്ടായ്മ വളരെ അനുഗ്രഹപൂർണമായി നടത്താൻ സാധിച്ചതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി ഇതിൽ സംബന്ധിക്കാൻ ഒത്തില്ല എന്ന് തോന്നുന്നു. പക്ഷേ തിരുമേനിയോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ MMVS വൈസ് പ്രസിഡന്റ് ഫാദർ എബി എബ്രഹാം വളരെ തിരക്കായിരുന്നു എങ്കിലും ഈ ഇടയ്ക്ക് കുറച്ചു നേരത്തേക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ഇൻട്രൊഡക്ഷൻ നടത്തുകയും ചെയ്തു. ബിസി ആയതിനാൽ തിരിച്ചുപോയി. എങ്കിലും അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ പ്രാസംഗികയായ മോളു കൊച്ചമ്മയോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. യോഹന്നാൻ 19:28 എന്നുള്ള വചനം എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള വിഷയത്തെ പറ്റി വിശദമായി പ്രസംഗിക്കുകയും നമ്മളെ അത് എങ്ങനെ കർത്താവിൻ്റെ ദാഹം തീർക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് വിശദമായി നമുക്ക് മനസ്സിലാക്കി തന്ന ഈ സമയത്ത് കൊച്ചമ്മയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ വന്ന് പാട്ടുപാടി മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ച നമ്മുടെ മിസ് സുമി, ഷാജി, മേരി ഷാജി എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വചനം വായിച്ച ചിത്ര, മിസ്സസ് ഡോക്ടർ എലിസബത്ത് പോൾ ആൻറ്റി എന്നിവരോടുള്ള നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ സാറാമ്മ ജോൺ ആൻറ്റിയോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കൂട്ടായ്മയിൽ വന്ന ഇന്ന് സംബന്ധിച്ച എല്ലാ അംഗങ്ങളോടും ഉള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എലിസബത്ത് ആൻറ്റിക്ക് വേണ്ടി നന്ദി പറയുന്നു. ഈ സമാജത്തിൻ്റെ എല്ലാ നടത്തിപ്പിലും, ഈ മീറ്റിങ്ങുകളുടെ എല്ലാ നടത്തിപ്പിലും പ്രധാന പങ്ക് വഹിക്കുന്ന വളരെ വളരെ ഇപ്പോൾ ഇന്ത്യയിലായിരിക്കുകയാണ്. വളരെ ബിസി ആയിട്ടുള്ള ഒരു സമയമാണെങ്കിലും ആൻറ്റി ഇതിനു വേണ്ടിയിട്ടെല്ലാം വളരെ നന്നായി പ്രവർത്തിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാം കൂടി വന്ന ആനി വേദോത്സവം വായിക്കുകയും ആദ്യത്തെ ഭാഗത്ത് ഭംഗിയായിട്ട് അനുഗ്രഹമായിട്ട് വേദോത്സവം വായിച്ചു. കൂടി വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അടുത്ത ആഴ്ച ദൈവാനുവദിച്ച് കൂടി വരുവോളം ദൈവത്തിന്റെ കൃപ നമ്മുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥന നടത്താൻ ദൈവം നമ്മെ സഹായിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.